എല്ലാവർക്കും എന്നെ നമസ്കാരം. നമുക്ക് പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാം. അതായത് 500 നീറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്നുള്ള ഒരു ഏരിയ. മുന്നേ കഴിഞ്ഞു പോയിട്ടുള്ള 2020, 19, 18, 17, 16 അങ്ങനെ രണ്ട് പേപ്പേഴ്സ് ഉണ്ട്. ഫേസ് 1, ഫേസ് 2. അങ്ങനെ ഇത്തരം പേപ്പേഴ്സിലായിട്ട് ഫിസിക്സ്, കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്നിട്ടുള്ള ഒരു 500 എബോവ് ക്വസ്റ്റ്യൻസ്, 500 പ്ലസ് ക്വസ്റ്റ്യൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. എനിവേ 500 സീരീസ് നമുക്ക് ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് നോക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സ് എന്നല്ല, ഫസ്റ്റ് ചാപ്റ്റർ. നമുക്ക് നീറ്റിന്റെ ഫസ്റ്റ് ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് അല്ലെങ്കിൽ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോ നമ്മുടെ ചാനലിന്റെ പേര് ന്യൂക്ലിയർ ക്ലാസ്സസ് എന്നാണ്. എന്റെ പേര് യാസിർ. നമുക്ക് ഫിസിക്സ് ക്ലാസ്സിലോട്ട് പോവാം. ലെറ്റ്സ് സ്റ്റാർട്ട്. 2016 നീറ്റ് ഫേസ് 2 ക്വസ്റ്റ്യൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, Planck's constant h, speed of light c, Newton's gravitational force g are three fundamental constants. Which of the following combinations of these has dimension of length? So g, c, h എന്നുള്ള ടേംസിലോട്ട് നമ്മൾ ലെങ്ത്തിന്റെ ഇക്വേഷൻ കൊണ്ടുവരണം. സോ നമുക്ക് പ്രിൻസിപ്പൽ ഹോമോജിനിറ്റിയുടെ ആപ്ലിക്കേഷൻ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഡയമെൻഷൻ അനാലിസിസിന്റെ. അപ്പൊ എന്താ, ഒരു കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുന്ന ആള് L ആണ്, ലെങ്ത് ആണ്. ഇറ്റ് പ്രൊപ്പോർഷൻ എന്ത് എഴുതാം? മൂന്നാൾക്കാര് h, c, g. പവറുകള് a, b, c കറസ്പോണ്ടിങ് ഇട്ട് കൊടുക്കുന്നു. ഇനി ഓരോരുത്തരുടെ ഡയമെൻഷൻ വെച്ച് നോക്കാം അല്ലെ. എല്ലിന്റെ ഡയമെൻഷൻ L എന്നാണ്. എനിക്ക് എന്ത് എഴുതാം? m⁻0, l⁻1, t⁻0, which is proportional to h. h ആണ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. അപ്പോ എന്താ ഡയമെൻഷൻ വരാം? ml², t⁻1. ഇത് എവിടുന്ന് കിട്ടി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ E = h nu എന്നുള്ള ഇക്വേഷൻ എടുക്കാം. അപ്പൊ E = h nu ആണെങ്കിൽ h = എന്താ? E/nu എന്നാണ് വരിക അല്ലെ. E/nu. അപ്പൊ ആലോചിച്ച് നോക്കിയേ, E എന്ന് പറയുന്നത് എനർജി ml² t⁻2 ബൈ nu എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി എന്താ? t⁻1. സോ -2 -1 ക്യാൻസൽ ആവുമ്പോൾ എന്താവും? -1 ഉണ്ടാവും. ഓക്കെ ആണല്ലോ. പവർ a എന്ന് കൊടുത്തു. C എന്ന് പറയുന്നത് എന്താ? സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. ഡയറക്റ്റ് എന്താ ഡയമെൻഷൻ l⁻1 (b) എന്ന് കൊടുത്തു. G m⁻1 l³ t⁻2. അതും ഇനി ബൈ ഹാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇക്വേഷൻ ആലോചിച്ച് നോക്കാം. എന്താണ്? F = gmm/r². സോ G = f × r² ഡിവൈഡഡ് ബൈ m². എഫിന്റെ ഡയമെൻഷൻ ml⁻2 ഇൻറ്റു r² എന്ന് പറയുമ്പോൾ എന്താ? l² വരും, l³ ഡിവൈഡഡ് ബൈ എന്ത് വരും? m² വരും. മുകളിൽ കയറുമ്പോൾ എന്തായി? m⁻c. ഇനി കമ്പാരിസൺ ആണ്. രണ്ട് സൈഡ് കമ്പയർ ചെയ്തെടുക്കാം. ഇവിടെ എമ്മിന്റെ പവർ 0 എന്നാണ്. 0 = ഇവിടെ നോക്കിയൊക്കെ എമ്മിന്റെ പവർ a വരും. a ഇവിടെ m ഇല്ല, ഇവിടെ എന്താ? -c. സോ a - c = 0. ആദ്യത്തെ ഇക്വേഷൻ നമ്പർ 1. ദെൻ ഇവിടെ രണ്ടാമത്തെ ആൾ നോക്കാം. b യുടെ പവർ ഇവിടെ 1 ആണ്. ഇവിടെ 2a അല്ലെ. ഇവിടെ 2 ഉണ്ട്, മുകളിൽ a ഉണ്ട്. 2a പ്ലസ് b ഇവിടെ എന്താ വരാ? 3c അല്ലെ. പ്ലസ് 3c. ഇക്വേഷൻ നമ്പർ 2. തേർഡ് വൺ ഇവിടെ 0 ആണ്. ടിയുടെ പവർ ഇവിടെ ടിയുടെ പവർ എന്ത് വരും? -a -b -2c. ഇക്വേഷൻ നമ്പർ 3. ഈ ഫസ്റ്റ് ഇക്വേഷൻ എന്ത് കിട്ടും? a - c = 0 ആണെങ്കിൽ a = c ആണ്. ഇക്വേഷൻ സോൾവിംഗ് ആണ്. ഈസി മെത്തേഡ് ആണ്. എനിക്ക് ഇതിൽ കുറച്ചുകൂടെ എളുപ്പം തോന്നുന്നത്. അപ്പൊ ഞാൻ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. a = c കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? ഇവനെ ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ്. -a -b -2a = 0 ആണ്. അങ്ങനെയാണെങ്കിൽ -3a -b = 0 ആണ്. -3a എന്ന് പറയുന്നത് എന്താ? b അല്ലെ. -ഞങ്ങൾ b. ഓക്കെ. അപ്പൊ ബിക്കും സിക്കും എയുടെ ടേമിൽ ഒരു ഇക്വേഷൻ കിട്ടി. ഞാൻ ഇവനെ രണ്ടുപേരും സബ്സ്റ്റിറ്റ്യൂട്ടിങ് 2g ആണ്. അപ്പൊ 2 സബ്സ്റ്റിറ്റ്യൂട്ട് നോക്കാം. 2a പ്ലസ് b എന്താ? -3a പ്ലസ് 3c ആണ്. സിക്ക് പകരം a എന്ന് കൊടുക്കാം. പ്ലസ് 3a = 1. 2a - 3a -a പ്ലസ് 3a എന്ത് വരും? 2a = 1. സോ a = 1/2. ഓക്കെ. a = 1/2 ആണെങ്കിൽ c = എന്താ? അഗൈൻ 1/2. കാരണം a = c ആണ്. b യുടെ ഇക്വേഷൻ ആലോചിക്കാം. b = -3a എന്നാണ്. സോ b = -3 × a 3/2. സോ a b c 3 വരെ കിട്ടി അല്ലെ. നമുക്ക് എയും ബിയും സിയും കിട്ടി. ഇനി എടുക്കത്ത് ഈ ഫസ്റ്റ് കേസിൽ ഈ പറയുന്ന L proportional to h⁻a b s⁻b e⁻c ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്ത് വരും? L proportional to
h raised to a എന്ന് പറയുന്നത് 1/2 ആണ്. സോ h raised to 1/2. c raised to b എന്ന് പറയുന്നത് ഇവിടെ b minus 3/2. സോ c raised to minus 3/2. g raised to c വീണ്ടും 1/2. ഓക്കെ, ഈ 1/2 എന്ന് പറയുന്നത് എന്താ, റൂട്ടുകളാണ്, മൈനസ് ആണ്, താഴേക്ക് ഇടാം. സോ പ്രൊപ്പോർഷണൽ ടു h g divided by c cube all raised to 1/2. മൈനസ് ആയതുകൊണ്ടാണ് താഴേക്ക് ഇട്ടത്, എല്ലാവരും 1/2 കോമൺ ആയതുകൊണ്ട് താഴേക്ക് ഇട്ടു. L പ്രൊപ്പോർഷണൽ എന്താണ്, റൂട്ട് ഓഫ് g h ഡിവൈഡഡ് ബൈ c ക്യൂബ്. ഇതാണ് ആൻസർ. സോ ഈ ഒരു ഫോർമാറ്റ് വരുന്ന ആൻസർ ഏതാണ് നമുക്ക് ചൂസ് ചെയ്യാം. അതായത് വരുന്നത് റൂട്ട് ജി സി ബൈ എച്ച് റേസ് ടു 3/2 അല്ല, റൂട്ട് ഓഫ് എച്ച് ജി ബൈ സി റേസ് ടു 3/2. അത് ഓക്കെയാണ്, കാരണം ഈ റൂട്ട് ഇവിടെ അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ ഇതിനെ 3/2 എഴുതാം. സോ ഓപ്ഷൻ 2 ആണ് നമ്മുടെ ആൻസർ. ബാക്കി നമ്മൾ ചെക്ക് ചെയ്യാം. റൂട്ട് ഓഫ് എച്ച് ജി ബൈ സി റേസ് ടു 5/2 തെറ്റാണ്. റൂട്ട് ഓഫ് എച്ച് സി ബൈ ഡി അതും തെറ്റാണ്. സോ ഇവിടെ നമുക്ക് ഈ മെത്തേഡിൽ ചെയ്യാം. ഇതെല്ലാം യൂണിറ്റ് വെച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് യൂണിറ്റ് വെച്ച് ചെയ്യാം. പക്ഷെ ഇവിടെ ജൂളിന്റെയും റൂട്ടിന്റെയും യൂണിറ്റുകൾ ഒരുപാട് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് ഇതായിരിക്കും കുറച്ചുകൂടി ഈസി മെത്തേഡ്. ഇതന്നെ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ പെട്ടെന്ന് അവസാനിപ്പിക്കാവുന്നതാണ്. ഓക്കെ ആണല്ലോ. 2016 നീറ്റ് കോഴ്സിന്റെ ആൻസർ ആണ് നമ്മൾ പറഞ്ഞത്. അടുത്ത കോഴ്സിനോട്ട് പോവാം. 2017. ഓക്കെ, 2017 കോഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. A physical quantity of the dimension of length that can be formed out of g, e and e square divided by 4π/0 e. അപ്പോൾ ഇവിടെ ലെങ്ത്തിന്റെ ടേംസിലോട്ട് ഈ പറയുന്ന സി ജി ഇ സ്ക്വയർ ബൈ 4π/0 എന്നുള്ള ക്വാണ്ടിറ്റീസ് നമ്മൾ ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഓരോരുത്തരായിട്ട് നോക്കാം. നമുക്ക് മാപ്പ് ചെയ്തപ്പോൾ സി ജി ഇ സ്ക്വയർ ബൈ 4π/0. ഓക്കെ, അപ്പൊ 3 ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഞാൻ അതിനെ എ ബി സി കറസ്പോണ്ടിങ് ഇട്ട് കൊടുക്കാണ്. ഇവിടെ ഇതുപോലെ തന്നെ ഡയമെൻഷൻസ് നോക്കാം. എൽ ഡയമെൻഷൻ m/0, l/1, t/0. പ്രൊപ്പോർഷണൽ ടു സി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. സോ lt⁻⁻1 all raised to a. g എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ്, തൊട്ട് മുന്നേ പറഞ്ഞാണ്. m⁻⁻l ക്യൂബ് t⁻². ഇവിടെ ഇയാൾ കൊടുത്തിട്ടുണ്ടല്ലേ ഈ സ്ക്വയർ ബൈ 4π/0 എന്ന് പറയുമ്പോൾ പേടിക്കുന്ന ആവശ്യമില്ല. കുളോംസ് ആലോചിക്കാം. h = 1/4π/0 e സ്ക്വയർ ഡിവൈഡഡ് ബൈ r സ്ക്വയർ. സോ e സ്ക്വയർ ബൈ 4π/0 എന്തായിരിക്കും? h × r സ്ക്വയർ. h ന്റെ ഡയമെൻഷൻ എന്താ? mlt⁻² into r സ്ക്വയർ എന്ന് പറയുന്നത് എന്താ? l ക്യൂബ്. l ഓൾറെഡി ഉണ്ട്, വീണ്ടും സ്ക്വയർ വരുമ്പോൾ all raised to c. ഓക്കെ, അപ്പോൾ ബേസ് ഓക്കെ ആണ്. ഇനി 3 ഇക്വേഷൻസ് ഉണ്ടാക്കുക, സോൾവ് ചെയ്യാം. ഇവിടെ എല്ലിന്റെ എമ്മിന്റെ പവർ 0 ആണ്. സോ 0 = ഇവിടെ എല്ലിന്റെ പവർ എമ്മിന്റെ പവർ ഇല്ല, ഇവിടെ എമ്മിന്റെ പവർ -b, ഇവിടെ എമ്മിന്റെ പവർ +c. സോ -b + c എന്ത് എഴുതാം? b = c ആയിരിക്കും അല്ലേ. ഇവിടെ 1 = a + 3b + 3c. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. ക്വസ്റ്റ്യൻ നമ്പർ 2. Then again 0 = -a -2b -2c. ഞാൻ ഇതിലോട്ട് ഇവനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. b = c ആണ് അല്ലേ. b = c സബ്സ്റ്റിറ്റ്യൂട്ട് എന്ത് വരും? -a -2b -2b അല്ലേ. രണ്ട് 2b ടൈംസ് ചെയ്ത് -4b = -a എന്നാണ്. സോ 4b = എന്ത് എഴുതാം? -a. സോ -4b = -a ആണെങ്കിൽ 4b ഇങ്ങോട്ട് വരുമ്പോൾ +4b = -a. സോ a = -4b അല്ലേ. അതായിരിക്കും എളുപ്പം. b അല്ല നമ്മൾ ചെയ്ത് തരുന്നത്. ഓക്കെ, b. സോ a = -4b. b = c, a = -4b. ഞാൻ ഇത് രണ്ടും എടുത്തിട്ട് ഏത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 അല്ലല്ലോ ബാക്കിയുള്ള. 1 = a നെ മാറ്റിയിട്ട് -4b + 3b, c ക്ക് പകരം കൊടുക്കാം b നെ കൊടുക്കാം +3b. ടോട്ടൽ നോക്കിക്കേ, 6b - 4b = 1. സോ 1 = 2b. സോ b = 1/2. b 1/2 ആണ്. b 1/2 ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി c എന്താവും? അഗൈൻ 1/2, c 1/2 ആയിരിക്കും. ഇനി എയും ബിയും സിയും 1/2 ആണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ a എന്താ വരാം? a = -4 × 1/2 which means -2. ഇതാണ് ബിയും സിയും എയും നമുക്ക് കിട്ടാം.
ഇനി ഇനീഷ്യൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വരാം L proportional to C raised to A. അപ്പൊ എന്ത് വരും? C raised to -2 G raised to B. G raised to B ക്ക് വരുന്ന കൊടുക്കാം 1/2 E square divided by 4 pi epsilon 0 all raised to C. C ക്ക് വരുന്ന കൊടുക്കാം 1/2. രണ്ടുപേർക്ക് സ്ക്വയർ ഉണ്ട്, ഇയാൾ മൈനസ് താഴേക്ക് ഇടാം. So L proportional to root of G into E square divided by 4 pi epsilon 0 all divided by C. ഇതാണ് ഇക്വേഷൻ വരാം. ഇതിനോട് അടുത്ത ഇക്വേഷൻ ഓപ്ഷൻ ഏതാണ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, 1/c² എന്നുള്ള ടേമിലോട്ട് എടുക്കുന്ന ആൾക്കാർ നോക്കാം. 1/c² ഒരു ഒന്നിലുണ്ട്, ഡി ഓപ്ഷൻ. ഓക്കെ, ഓപ്ഷൻ ഡി നോക്കി നോക്കിയേ. 1/c² ഉണ്ട് ഔട്ട് സൈഡ്, പിന്നെ റൂട്ടിന് പകരം 1/2 തന്നെയാണ്, ഇഷ്യൂ ഇല്ല. 1/2 ഓൾ റേസ് ടു ജി ഉണ്ട്, E² by 4 pi epsilon 0 ഉണ്ട്. സോ ഓപ്ഷൻ ഡി ആണ് അവിടെ ആൻസർ വരാം. ക്ലിയർ ആയെന്ന് വിചാരിക്കും. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് 2016-ലും 17-ലും സിമിലർ പാറ്റേണിലുള്ള ക്വസ്റ്റൻ ആണ്, രണ്ടും ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഓക്കെ, 2018-ലുള്ള നമുക്ക് ക്വസ്റ്റൻ നോക്കാം. A student measures the diameter of a small steel ball using a screw gauge of least count 0.001 cm. The main scale reading is 5 mm. ഒരു ക്വാണ്ടിറ്റീസ് എഴുതി വെക്കാം. LC എന്ന് പറയുന്നത് 0.001 സെന്റിമീറ്റർ ആണ്. മെയിൻ സ്കെയിൽ റീഡിംഗ് 5 mm. Then 0 circular scale division CSD എന്ന് പറയുന്നത് 25 divisions ആണ്. 0 error minus 0.004 centimeter. Actually options എല്ലാം സെന്റിമീറ്ററിലാണ്. അപ്പോൾ better to change this mm to centimeter. So 5 mm എന്ന് പറഞ്ഞാൽ 0.5 centimeter ആണ് വരാം. നമുക്ക് ഇക്വേഷനോട് വരാം. ഇക്വേഷൻ എന്താണ്? The measured value എന്ന് പറയുന്നത് main scale reading plus LC into circular scale reading ആണ് വരാം, ഡിവിഷൻസ് ആണ് വരാം. 0 എറർ എന്നുള്ള ഫാക്ടർ ഉള്ളതുകൊണ്ട് അത് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യാം. മൈനസ് 0 എറർ. ഇങ്ങനെയാണ് ഇക്വേഷൻ വരാം. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മെയിൻ സ്കെയിൽ റീഡിംഗ് 0.5 സെന്റിമീറ്റർ പ്ലസ് 0.001 into 25 minus 0.004. Okay, so 0.5 plus 0.025 plus 0.004. So add up 0.025. So 0.5 plus 0.029. So net adding എന്ന് വരും 0.529 centimeter. ഇതാണ് അവിടുത്തെ വാല്യൂ റീഡിംഗ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ഓപ്ഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻ ബി കറക്റ്റ് ആണ്. സോ ബി, ഓപ്ഷൻ ബി നമുക്ക് ചൂസ് ചെയ്യാം. നെക്സ്റ്റ് 2019 ക്വസ്റ്റൻ ആണ്. In an experiment, the percentage error occurred in the measurement of physical quantities A, B, C and D are 1%, 2%, 3%, 4% respectively. Then the maximum percentage error of in the measurement X in the value വന്നിട്ടുണ്ട്. X is equal to A square B raised to 1/2 divided by C raised to 1/3 and D cube. Okay, ABCD 1 2 3 4 ആണ്. അപ്പോൾ എളുപ്പമായിട്ട് നോക്കാം. ഇവിടെ പെർസെന്റേജ് എറർ ആണ്. നമുക്ക് ഇക്വേഷൻ അറിയാം. പെർസെന്റേജ് എറർ ഇൻ ഡെൽറ്റ എക്സ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? പെർസെന്റേജ് എറർ ഇൻ എ സ്ക്വയർ ഇൻറ്റു, സോറി ഇൻറ്റു അല്ല, അവിടെ ഇൻറ്റു വരുമ്പോൾ എന്ത് ചെയ്യണം? പ്ലസ് ചെയ്യണം അല്ലേ? പെർസെന്റേജ് എറർ ഇൻ ബി റേസ് ടു 1/2 പ്ലസ് പെർസെന്റേജ് എറർ ഇൻ സി റേസ് ടു 1/3 പ്ലസ് പെർസെന്റേജ് എറർ ഇൻ ഡി ക്യൂബ്. ഈ പവറുകൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറ്? മൾട്ടിപ്ലൈ ചെയ്യും. സോ 2 into percentage error in A plus 1/2 into percentage error in B plus 1/3 into percentage error in C plus 3 into percentage error in D. Substitute ചെയ്യാം. 2 into 1% plus 1/2 into 2% plus 1/3 into 3% plus
3 into 4%. 2%, 1 by 2 into 2, 1%, again 1% plus 12%, right? 12, 13, 14, 16%. Easy question ആണ്. അതിലെ എററിന്റെ കോമ്പിനേഷന്റെ ആ ഒരു കേസ് മാത്രം അറിയണോ. നമുക്ക് ഓപ്ഷൻ 1 എന്ന് പറയുന്നത് 16% ആണ്. സോ ഓപ്ഷൻ 1 ആണ് അതിന്റെ ആൻസർ. ഓക്കെ, ഈ 2019 കഴിഞ്ഞിട്ട് നമുക്ക് ഈ വർഷം കഴിഞ്ഞ 2020യുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കാം. നമ്മൾ ഓൾറെഡി ആൻസർ ചെയ്തിട്ടുള്ള 20 പേപ്പർ, അതിന്റെ ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ തന്നെ ക്വസ്റ്റ്യൻസ് മാത്രം ഡിസ്കസ് ചെയ്യാം. എ സ്ക്രൂ ഗേജ് ഹാസ് ലീസ്റ്റ് കൗണ്ട് ഓഫ് 0.01 mm. There are 50 divisions. So divisions എന്ന് പറയുന്നത് 50 divisions ആണ്. സർക്കുലർ ഡിവിഷൻസ്, എന്താ സർക്കുലർ സ്കെയിൽ ഡിവിഷൻസ് എന്ന് വേണമെങ്കിൽ പറയാം. The pitch of the screw gauge. Very easy question. Pitch എന്ന് പറഞ്ഞാൽ എന്താ? LC into circular scale divisions എന്നാണ്. So 0.01 into 50, which means 0.5, അല്ലേ? 0.5 mm. Option 2. ഡയറക്റ്റ് ആൻസർ ആണ്. ഈസി ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് 2020 തന്നെ taking into account of significant figures, what is the value of 9.99 meter minus 0.0099 meter? നമ്മൾ ആസ് യൂഷ്വൽ മൈനസ് ചെയ്യുന്ന പോലെ മൈനസ് ചെയ്യാം. ഇവിടെ 00 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണു. എന്താ വരാ? 9. ഇവിടെ 10 ആക്കി എടുക്കുമ്പോൾ അങ്ങോട്ട് പോയി. സോ എന്ത് വരും? അഗെയിൻ 9 അല്ലേ? ഇവിടെ 19 വരുള്ളൂ അല്ലേ? സോ സോറി 0. ഓക്കെ, അപ്പൊ ഇവിടുന്ന് 1 പോയി കഴിഞ്ഞാൽ ഇവിടെ എന്താവും? 8. ദെൻ ഇവിടെ 9. അപ്പൊ 9909. അപ്പൊ അതില് നമുക്ക് എന്ത് മതി? നമുക്കറിയാവുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നത് ഇതില് മിനിമം നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസ് ഏതിനാണോ അത്ര ആൻസർ മതി. ഇപ്പൊ ഇത് മിനിമം നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് ഇതിനാണ്. സോ എത്ര ആൻസർ മതി? 9.98 എന്നാണ് ആൻസർ വരിക. സോ ഓപ്ഷൻ 1 അവിടുത്തെ ആൻസർ. ഈസി ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഡയമെൻഷൻ ഓഫ് സ്ട്രെസ് 2020 തന്നെ അനദർ ക്വസ്റ്റ്യൻ ആണ്. ഡയമെൻഷൻ ഓഫ് സ്ട്രെസ് ഡയറക്റ്റ് ബൈ ഹാർട്ട് ചെയ്ത് വെക്കാവുന്ന ഒരു ഇക്വേഷൻ ആണ്. എനിവേ ചെയ്യുന്ന പറഞ്ഞാൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ എന്നാണ്. അപ്പോൾ ഫോഴ്സ് ഡയമെൻഷൻ ml t raised to -2 divided by l square. So l square മോളിക്കുമ്പോൾ എന്താവും? l raised to -2. So l raised to -1 t raised to -2. ഓപ്ഷൻ ഈസ് സി, അല്ലെങ്കിൽ 3 ആണ് അവിടുത്തെ ഓപ്ഷൻ. ഓക്കെ, അപ്പൊ നമ്മള് 2016, 2017, 18, 19, 20 പേപ്പേഴ്സിലായിട്ട് 7 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തിട്ടുള്ളത്. യൂണിറ്റ് മെഷർമെന്റ്സിന്റെ മാത്രം ക്വസ്റ്റ്യൻസ് ആണ്. ഇത്തരത്തിൽ ഓരോ ചാപ്റ്റർ വൈസും അല്ലെങ്കിൽ ഓരോ യൂണിറ്റ് വൈസ് ആയിട്ടുള്ള നീറ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ സീരീസിലൂടെ ചെയ്തു പോകുന്നത്. സോ നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സീരീസ് ആണെന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് enable the bell button. Thank you.